പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തുഫാൻ വൻപിച്ച വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അത് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളോടും പോലീസ് സേനാംഗങ്ങളോടും ഞാൻ ആത്മാർത്ഥമായ അഭിവാദ്യങ്ങൾ നേരുന്നു. പോലീസും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഒരു ലഹരി മാഫിയയ്ക്കും ഈ മണ്ണിൽ വാഴാനാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുഫാൻ. ലഹരി പിടികൂടാൻ സഹായിക്കുന്ന രഹസ്യ വിവരങ്ങൾ പോലീസിന് കൈമാറാൻ ജനങ്ങൾക്കുണ്ടായ ധൈര്യമാണ് ഈ വലിയ വിജയത്തിന് കാരണം. നേരത്തെ ലഹരി മാഫിയയെ ജനങ്ങൾക്ക് പേടിയായിരുന്നെങ്കിൽ ഇന്ന് ലഹരി മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയാണ്. കഴിഞ്ഞ 74 ദിനരാത്രങ്ങൾ ഇത്രയധികം മാറ്റം കേരളത്തിനുണ്ടായെങ്കിൽ ഒരു വർഷം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കൂട്ടായി ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ ലഹരി മാഫിയയെ തൂത്തെറിയാൻ നമുക്ക് സാധിക്കും. ഓണത്തിന് ശേഷം തുഫാൻ്റെ 2ാം വരവുണ്ടാകും. 10 ഇരട്ടി ശക്തിയിൽ അത് ആഞ്ഞടിക്കും. ഓണക്കാലമാണ് വരുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഓണം ഏറ്റവും വലിയ ഉത്സവമാണ്. ജനങ്ങൾക്ക് ഈ സമയത്ത് വലിയ ജാഗ്രത ഉണ്ടാകണം. ആഘോഷങ്ങളുടെ മറവിൽ മരണലഹരികളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണം, മറക്കരുത്. ഓണക്കാലം ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് എത്തിച്ചേരാനിടയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെ അതിർത്തികളിൽ വലിയ ജാഗ്രത നമ്മൾ പാലിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന നിരവധി ലഹരി കേസുകൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലെത്തി. നിലവിലെ അറസ്റ്റുകളിലൂടെ കേരളത്തിലെ ലഹരിയുടെ വലയം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ പൂർണ്ണമായി ആയിക്കഴിഞ്ഞു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തുഫാനായി ഉടൻ തന്നെ ആരംഭിക്കും. സ്കൂളുകൾക്ക് ചുറ്റും തുറന്നിരിക്കുന്ന ഈ നിരീക്ഷണ സംവിധാനം നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും. ഓപ്പറേഷൻ തുഫാൻ രാജ്യത്താകെ മാതൃകയായിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. രാജ്യത്താകെ തുഫാൻ മാതൃകയിലുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ. എല്ലാ സംഘടനകളും സ്വന്തം പ്രവർത്തകരെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പാർട്ടിക്കാരാണെങ്കിലും മറ്റു പാർട്ടിക്കാരാണെങ്കിലും കൊച്ചിൻ്റെ മകനാണ്, അമ്മാവൻ്റെ മകളാണ്, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് തുഫാൻ്റെ കാര്യത്തിൽ ഒരു കാര്യവുമില്ല. ജയിലിൽ കിടക്കേണ്ടി വരും, വിലങ്ങണിയേണ്ടി വരും. ഞാൻ ഓർമ്മിപ്പിക്കും, തുഫാൻ അങ്ങ് വന്ന് ചുമ്മാതെ മടങ്ങിപ്പോകും എന്ന് കരുതിയവർ ഉണ്ട്. അവർക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. തുഫാൻ ലഹരിയെ തൂക്കി അടിച്ചേ മടങ്ങും, സംശയം വേണ്ട. ശരാശരി 1 മണിക്കൂറിൽ കേരളത്തിൽ ഇപ്പോൾ 5 കേസുകളിലായി 6 പേർ ഓപ്പറേഷൻ തുഫാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റുകൾ 10,000 പേരിലേക്ക് എത്തുന്നു. രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ. നമുക്ക് തുഫാൻ പോരാട്ടം തുടരാം. ലഹരിയിൽ നിന്ന് മടങ്ങി വരാൻ തയ്യാറായ ആളുകൾക്ക് തുഫാൻ കെയർ ഒരുക്കാൻ കേരളത്തിലെ എല്ലാ പ്രമുഖ ആശുപത്രികളും തയ്യാറായി കഴിഞ്ഞു. IMA തുഫാൻ കെയറിനായി ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ തയ്യാറാക്കുകയാണ്. തുഫാന് നാടാകെ പിന്തുണ വർദ്ധിക്കുന്നു. തുഫാനിലൂടെ കേരളം സൃഷ്ടിക്കുന്ന ഈ മാതൃക അഭിമാനകരമാണ്. ഇന്ത്യ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഈ നർക്കോ ഹണ്ടിനെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വീശിയടിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ്.